Hey guys, welcome back. This is Valde from VG's Connections. അപ്പോൾ ഞാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഞാൻ ഒരു പ്രോഡക്റ്റ് മേടിച്ചായിരുന്നു. വ്ളോഗേഴ്സ് എന്ന് വെച്ചാൽ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് ഡിജിടെക്കിൻ്റെ ഒരു മൈക്ക്. ഞാൻ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു എയർ ഡ്രോപ്പിൻ്റെ മറ്റേ ബോട്ടിൻ്റെ എയർ ഡ്രോപ്പ് 381 എന്ന് പറയുന്നത് എൻ്റെ ഒരു എയർ ഡ്രോപ്പ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതും ഇതുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ എനിക്കറിയത്തില്ല എത്രത്തോളം ക്ലിയർ ആയിരിക്കുന്നു. ഈ മൈക്ക് ആകുമ്പോൾ നമ്മുടെ മൗത്തിനോട് അടുപ്പിച്ച് വെച്ച് പറയുമ്പം അത്രയും സൗണ്ട് കുറച്ചുകൂടി എൻ്റെ സൗണ്ട് കുറച്ചുകൂടി എടുത്ത് നിൽക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ പഴയ വ്ളോഗ് കണ്ടാൽ അറിയാം അതിൻ്റെ അകത്ത് എത്രത്തോളം മോശമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ഇപ്പോൾ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട്, ഈ മൈക്ക് ഞാൻ മേടിച്ചത് തന്നെ മെയിൻലി ഈ പർപ്പസിന് വേണ്ടി, വ്ളോഗിൻ്റെ പർപ്പസിന് വേണ്ടി തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം ഗൈസ്. ഹേ ഗൈസ്, അപ്പം ഞാൻ മൈക്കൊക്കെ ഫിറ്റ് ചെയ്തു. അപ്പം ഫാനൊക്കെ ഫുൾ വോളിയത്തിൽ ഇട്ടേക്കുവാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നേരത്തെ എയർ ഡ്രോപ്പ് വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഫാൻ ഇട്ടില്ലായിരുന്നു. ഫാൻ ഇടാതായിരുന്നു ഞാൻ ഇത്രയും നാൾ, മീൻസ് ഇനി എത്ര നേരം ആണെങ്കിലും ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ റൂമിലിരുന്നായിരിക്കും ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം ഫാൻ ഇടാറില്ലായിരുന്നു, കാരണം ഫാൻ ഇട്ടല്ല ഇനി അതിൻ്റെ ഇരപ്പൂടിയാവും. അപ്പം ഫാനൊക്കെ ഇടാതായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഫാൻ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന്. കാരണം നേരത്തെ എയർ ഡ്രോപ്പ് വെച്ച് സംസാരിച്ചാലും കൂടുതൽ ഡിഫറൻസ് ഇല്ലാത്തതുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഡിജിടെക്കിൻ്റെ DWM-001 ആ മോഡലാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു മൈക്കും ഒരു റിസീവറും വരുന്ന മോഡലാണ്. ഇതിന്റെ 2 മൈക്കും ഒരു റിസീവറും വരുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ എത്ര 1700 സംതിങ്. ഇത് 800 സംതിങ്ങേ ഉള്ളൂ. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 800 സംതിങ്. ഇതിപ്പോൾ എന്തോ ഓഫറിനെ ഞാൻ കണ്ടപ്പോൾ മേടിച്ചത്, എനിക്ക് വ്ളോഗിന്റെ പർപ്പസിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്ത് ഒരു 5 വോൾട്ടിന്റെ 1 ആംപിയർ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ അഡാപ്റ്ററിലെല്ലാം കുത്തിയിട്ട് ഇത് മൈക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിസീവറിന് പിന്നെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, മൈക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് പ്രത്യേകിച്ച് മറ്റേ പോഡൊന്നുമില്ല, ചാർജിങ് പോഡൊന്നുമില്ല. നമ്മുടെ എയർ ഡ്രോപ്സിലൊക്കെ ഉള്ള പോലെ ചാർജിങ് പോഡൊന്നുമില്ല. പിന്നെ ഇത് കംപ്ലീറ്റ്ലി വെർത്താണ്. എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി വെർത്താണ്. ഇത് അപ് ടു 4 hours 50 mAh ബാറ്ററി കപ്പാസിറ്റി 4 hours വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഞാൻ നോക്കുമ്പം എനിക്ക് ഓക്കെയാണ്, കാരണം എൻ്റെ ഗിംബലും അറൗണ്ട് 4 hours വരെ നിൽക്കത്തുള്ളൂ. അപ്പം അതും ഇതുമായിട്ട് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് മാച്ച് എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ 2 വണ്ടി വെച്ച് നോക്കുക. അതിൻ്റെ ചാർജിലും ഇതിൻ്റെ ചാർജിലും ഓക്കെയാണ്. പിന്നെ കയ്യിൽ ബാറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പവർ ബാങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെയാണ്, 2 ചാർജ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പം ഇത് എന്ന് പറയുമ്പോൾ Type-C കണക്ടറാണ് വരുന്നത്. എൻ്റെ ആൻഡ്രോയിഡ് ഫോണായിട്ട് Type-C കണക്ടർ. ഇതിൻ്റെ ഐഫോണിൽ കണക്ട് ചെയ്യാനായിട്ട് ലൈറ്റ്നിങ് ഇത് വരുന്നുണ്ട്, ലൈറ്റ്നിങ് പോർട്ട് വരുന്നതുണ്ട്. അതും സെയിം റേറ്റ് തന്നെ, പക്ഷെ ഡിഫറൻസ് ലൈറ്റ്നിങ് അതേ ഉള്ളൂ. അപ്പം ഐഫോണൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. സോ അത് ബൈ ചെയ്യാം. അപ്പം ഇത് കംപ്ലീറ്റ്ലി വെർത്താണ്. ഒരു ബിഗിനർ ലെവൽ, ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ ഇത് വെർത്താണ്. ഇനി അങ്ങോട്ട് പോകുമ്പം അപ്ഗ്രേഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ യു ക്യാൻ അപ്ഗ്രേഡ്. നിങ്ങൾക്ക് ഇതിലും മീൻസ് പൈസ ഉണ്ടെങ്കിൽ ഇതിൽ നല്ലത് മേടിക്കാം. ഇതിൽ ഇതിൽ നല്ലതുണ്ട്, ഇതിലും നല്ല സാധനങ്ങളുണ്ട്. നല്ല പൈസ കൊടുത്താൽ നല്ല സാധനങ്ങൾ കിട്ടും. പക്ഷെ ഈ പൈസക്ക് ഇത് വെർത്താണ്. ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സ്റ്റാർട്ടിങ് രീതിയിൽ നോക്കാനാണെങ്കിൽ ഇത് വെർത്താണ്. എൻ്റെ കഴിഞ്ഞ വ്ളോഗുകളൊക്കെ നോക്കിയാൽ അറിയാം, ഞാൻ ഈ എയർ ഡ്രോപ്പ് വെച്ചിട്ടായിരുന്നു. അപ്പം എയർ ഡ്രോപ്പ് ബോട്ടിൻ്റെ 381 എയർ ഡ്രോപ്സ് ആണിത്. ഇത് ഞാൻ മേടിച്ചിട്ട് 2 വർഷമായി. മീൻസ് ഇതിപ്പോൾ ഓക്കെയാണ്, ഇത് കേൾക്കാനൊക്കെ കിടിലമാണ്. ബട്ട് ഇതിൻ്റെ മൈക്കൊക്കെ ഷോക്കായി വരുമല്ലോ സംസാരിച്ച്. ഇതിലൂടെ വ്ളോഗ് എടുക്കുമ്പോൾ അറിയാമല്ലോ, ഈ സാധനം ഇങ്ങനെ ചെവിയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കാന്ന് പറയുമ്പോൾ ചെവിക്കും അത്ര, എനിക്കാണെങ്കിൽ ചെവിക്കൊക്കെ ഇതിനെപ്പോഴും വെക്കും ചെവിക്ക്. ഇനിയിപ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ പോലെ ഈ സാധനം വെക്കുമായിരുന്നു, കാരണം കോളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എടുക്കാന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും സേഫ്റ്റി അല്ല. അപ്പം പിന്നെ ഇതിപ്പം കുറച്ചാൾ യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണ്ടല്ലോ എന്നൊരു മൈക്ക്. ആ ഒരു മീൻസ് ഈ ഒരു പ്രൈസിൽ ഇത് ഇത്രയും കുറഞ്ഞ് കിട്ടിയപ്പോൾ ഇതങ്ങനെ എടുത്തു. അപ്പം ഗൈസ് ഇത് കംപ്ലീറ്റ്ലി വർത്താണ്, നിങ്ങൾക്ക് മേടിക്കാം.
പിന്നെ ഒത്തിരി കാശൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട്. റോഡിന്റെ ഉണ്ട്, മറ്റേ ഡിജെയുടെ ഉണ്ട്. ഡിജെയുടെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു, 37,000 രൂപ സംതിങ് ആണ് ഡിജെയുടെ ഒരു മൈക്ക്. അത് ഇതാണ്, ഒരു റിസീവറും 2 മൈക്ക് കൂടി വരുന്ന, അത് കിടിലൻ സാധനം. അത് മീൻസ് എനിക്ക് തോന്നുന്നു ഷസം യൂസ് ചെയ്തോണ്ടിരുന്ന അതാന്ന് തോന്നുന്നു. ഇപ്പൊ യൂസ് ചെയ്യുന്ന വേറെ ഏതാ, ഷസം യൂസ് ചെയ്തോണ്ടിരുന്ന അതാന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ കണ്ടേ, ഷസാമിന്റെ വീഡിയോ ഞാൻ കണ്ടേ. അപ്പം കിടിലൻ സാധനം. അത് കാശുണ്ടെങ്കിൽ അത് മേടിക്കാം. അത് 37,000 രൂപയേ ഉള്ളൂ. എന്റെ വെച്ചോക്ക് 37,000 രൂപയൊക്കെ ഭയങ്കര വലുതാ. എന്റെ ഫോണിന്റെ വില 37,000 ഉണ്ട്. അയ്യോ. ഇപ്പം നിങ്ങക്ക് മേടിക്കാം. ഇത് കംപ്ലീറ്റ്ലി വർത്ത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, കിടിലൻ സാധനമാണ്. ഇപ്പൊ എന്റെ സൗണ്ട് കേൾക്കും പറയല്ലോ, നേരത്തെ എന്റെ വീഡിയോ സൗണ്ട് നോക്കുമ്പോൾ ഇതിന്റെ സൗണ്ട് കൂടി നോക്കുമ്പോൾ അറിയാലോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം നല്ലതാണോ. അപ്പൊ ഗൈസ്, ഇത്രയുള്ള എന്റെ വീഡിയോ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് വാലന്റൈൻ ഫ്രം വിജയ്സ് ക്രോണിക്കിൾസ് സൈനിങ് ഓഫ്.